ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഗുരുവായൂർ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെ എന്നാൽ പോവാം എന്നുള്ള ഇതെല്ലാമായിട്ടോ. ഗുരുവായൂരപ്പ വിളിച്ചാലാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അത് എൻ്റെ മാത്രം വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ ഒരു വർഷത്തോളം ആയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പോയിട്ട്. അങ്ങനെ എന്തോ ഗുരുവായൂർ പോകണമെന്ന് തന്നെ തോന്നൽ വന്നപ്പോൾ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ചിഞ്ചുവിനോടും ചോദിച്ചു നോക്കി. ചിഞ്ചുവും കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിഞ്ചുവിനോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണ്. അങ്ങനെ പിന്നെ അവൾ അവിടെ നിന്ന് വരണം, കടലുണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. അങ്ങനെ പിന്നെ അവരെത്തുമ്പോഴും രാത്രി 11:45 12 ആവാനായിട്ടുണ്ട് കേട്ടോ അവരിവിടേക്ക് എത്തുമ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അപ്പം തന്നെ വേഗം കുളിച്ച് പോകുന്നതാണ്. 1 മണി 1:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുലർച്ചെയാകുമ്പോൾ വേഗം എത്തിയിട്ട് വേഗം തൊഴുത് വരാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 3 മണിക്ക് ആകുമ്പോഴേക്ക് തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ദിവസമാണ്. അപ്പം ക്യൂ നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ആളുണ്ട്. പിന്നെ ക്യൂവിൽ നിൽക്കുമ്പം വലിയ പ്രശ്നമൊന്നുമില്ല. മക്കൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അങ്ങനെ നിന്നൊരു ശീലമില്ലാത്തതുകൊണ്ട്, അവർക്കിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ എപ്പോഴാണ് കഴിയുക, എപ്പോഴാണ് പോവുക, അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ആൾക്കാർ 2 നല്ല ഉറക്കമാണ്. ചരുസും ഉറങ്ങുകയാണ്, മോനും ദൈവട്ടനും ഉറങ്ങുകയാണ്. പിന്നെ ഇവർ കുറച്ചിങ്ങനെ ഇടയ്ക്ക് എണീക്കും ഉറക്കി ഉറങ്ങും, അങ്ങനെ ആയിട്ട് ക്യൂവിൽ നിന്നത് കേട്ടോ. അത്രയും പുലർച്ചെയാണല്ലോ, അപ്പോൾ മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാങ്ങി കുടിക്കാമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ അന്ന് ആവർത്തന ശിവയിലായിരുന്നു ഞായറാഴ്ച അന്ന്. അപ്പം കുറേ ജനം നല്ല ആളുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ശിവേലിയൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കുണ്ടെങ്കിലും ഭഗവാനെ നല്ലോണം തൊഴാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആളുണ്ടല്ലോ വേഗം തൊഴുത് മാറാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. നല്ലോണം ഭഗവാനെ തൊഴുതിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി. പിന്നെ അവിടെ ഭഗവതി ക്ഷേത്രത്തിലൊന്ന് കയറി. അതുപോലെ തന്നെ അപ്പുറത്ത് ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ പോയി. ഗണപതി ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ടല്ലോ കൃഷ്ണൻ, അപ്പോൾ അതൊക്കെ പോയി കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് ഓഡിറ്റോറിയത്തിൽ കുറേ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടെയും ക്യൂ നിൽക്കണം. എന്നാലും ആ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ടൈം അങ്ങനെ നിൽക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ആളെ കുറേ കാണുമ്പോൾ നമ്മൾ അയ്യോ കുറേ ആളാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ക്യൂ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ആൾ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേരെയാണ് പോകുന്നത്. ഞങ്ങൾ കുറേ ടൈം തന്നെ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണിക്ക് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ 1:30 ആകുമ്പോഴാണ്, പിന്നെ ഉച്ചയ്ക്ക് 1:30ക്കാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അത്രയും നേരം ഞങ്ങൾ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നടന്ന് ഞാനൊരു നാരായണീയം ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. പിന്നെ അവിടുത്തെ കുറേ എന്താ പറയുക കച്ചവടക്കാർ, അപ്പോൾ അവിടേക്കൊന്ന് കയറി അവിടേക്കൊന്ന് നോക്കി പിന്നെയാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ.